ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്ലെയർ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, അതും തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു കൊള്ളില്ലാത്തൊരു പ്ലെയർ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു സാൻഡ് പേപ്പറാണ്. നമുക്ക് സാൻഡ് പേപ്പർ വരച്ച് അതിൻ്റെ മുകളിലത്തെ പെട്ടെന്ന് പോകുന്ന തുരുമ്പൊക്കെ നമുക്ക് വേഗം ഉറച്ച് കളയാം. അപ്പോൾ പൊടിയും തുരുമ്പൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെറ്റൽ വയർ ബ്രഷ് ഉപയോഗിച്ച് അതൊന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു റോട്ടറി ടൂളാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാ വയർ ബ്രഷ് ഉപയോഗിച്ച് നിങ്ങളിത് ക്ലീൻ ചെയ്യുക. നമ്മളിപ്പോൾ അതിൻ്റെ വയർ ബ്രഷ് ഉപയോഗിച്ച് എല്ലാ പൊടിയും കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു സാൻഡ് പേപ്പർ എടുത്ത് അത് 80 CW സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ റോട്ടറി ടൂളോ എടുത്ത് നമുക്കതിൻ്റെ പെയിൻറ്റും തുരുമ്പും ഒക്കെ ഫുള്ളായിട്ട് കളയാം. പെയിൻറ്റൊക്കെ കളഞ്ഞ് നമുക്കത് കറക്റ്റ് സിൽവർ കളറിലോട്ട് അതാക്കിയെടുക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ തുരുമ്പും പെയിൻ്റൊക്കെ കളഞ്ഞ് ഒരു സിൽവർ കളറിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 400 DW എന്ന സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് അതൊന്ന് ഉരച്ചൊക്കെ ഒന്ന് മിനുസിപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്ത് ഉരച്ചത് ഒരു പുതിയ പ്ലെയർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. പോളിഷ് ഇല്ലാത്തവരത് ചെയ്യേണ്ട, ഉള്ളവർ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പ്ലെയറിൻ്റെ ഫിനിഷിൽ നമുക്ക് അതാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. പോളിഷൊക്കെ ചെയ്ത് ഒരു കിടിലൻ പ്ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കിടിലൻ മിറർ ഫിനിഷിംഗ് ഒക്കെ ആയ ഒരു നൈസ് ആയിട്ടുണ്ട് കാണാൻ തന്നെ. ഇതിപ്പോൾ പഴയ പ്ലെയറാണെന്ന് ആരും തന്നെ പറയില്ല, അതൊരു ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പിടിയിടാം. പിന്നെ പിടിക്കാനേ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പിടിയിടാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഓസാണ്. നമ്മളിപ്പോൾ വാട്ടർ ലെവലൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്നത്. അത് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് കൊടുക്കാം, കാരണം ഈസി ആയിട്ട് അത് പിടിയുന്നൊക്കെ വലിച്ചിടാനായിട്ട്. നമുക്കത് ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അത് നമുക്കെടുത്ത് ഇപ്പം നമുക്കിത് പ്ലെയറിൻ്റെ പിടിയിൽ നമുക്ക് കയറ്റാം. അപ്പോൾ അതേ നമ്മളിപ്പോൾ പിടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ തന്നെ ഒരു കിടിലൻ പ്ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ അതേ നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി.